ചെയ്ത സിനിമകൾ അതെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഒരുപാട് സിനിമകളുടെ എണ്ണമൊന്നും എടുത്തു പറയാനില്ലെങ്കിലും ഇപ്പോഴും എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ആ തരത്തിലേക്ക് കലാമൂല്യമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകന്റെ വിയോഗം അതുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അനുജ, തീർച്ചയായും സംഗീത് ശിവനെ സംബന്ധിച്ചിടത്തോളം അത് സംഗീത് ശിവന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് മാത്രമല്ല നഷ്ടം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരേ സമയം മോളിവുഡിനും അതേസമയം ബോളിവുഡിനും കൃത്യമായ സംഭാവനകൾ ചെയ്തൊരു സംവിധായകനാണ് സംഗീത് ശിവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ഈ രണ്ട് സിനിമാ മേഖലയ്ക്കും വലിയ നഷ്ടമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ്. ഏറെക്കാലമായി അദ്ദേഹം ഈ വീട്ടിൽ ഇല്ല, ഇവിടെ അല്ല, ബോംബെയിലാണ് അദ്ദേഹം ഏറെക്കാലമായി താമസിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വീടുമായും ഈ വീടിന്റെ പരിസരവുമായൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം അല്പസമയം മുൻപ് മാത്രമാണ് ഈ മരണവിവരം ഇവിടേക്ക് അറിയുന്നത്. അതിനുശേഷം പിന്നീട് ഈ നാട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വേണം തീരുമാനിക്കാൻ. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെല്ലാം മുംബൈയിൽ തന്നെ ഉണ്ട്, അവിടെ മറ്റ് ബന്ധുക്കളുമുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് മാത്രമാണ് ഉള്ളത്. അദ്ദേഹവും അവിടേക്ക് പോകാനായി തയ്യാറെടുക്കുകയാണ്. ചേട്ടാ, എപ്പോഴായിരുന്നു ഈ മരണവിവരം അറിഞ്ഞത്? ഒരു 4 o'clock ഈവനിങ്, 4 മണിക്ക്. ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും തീരുമാനമോ? ഒരു മണിക്കൂറിൽ തീരുമാനിക്കും. വരുവാണോ, അവിടെ തന്നെ അടങ്ങുവാണോ, ഇവിടെ കൊണ്ടുവരണോ, ഒരു 1 hour ഡിസൈഡ് ചെയ്യും. ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം? അല്ലല്ല, ആക്ച്വലി ഈ ശനിയാഴ്ച പുള്ളി ഡബിങ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം എടുത്ത ഫിലിം രോമാഞ്ചം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അതിന്റെ ഹിന്ദി റീമേക്ക്, അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഡബിങ്ങിന് പോയിട്ട് പുള്ളി വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് കിടന്നു. അങ്ങനെ അതിനുശേഷം ചെറിയൊരു ഡിസ്കംഫർട്ട് വന്നപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പൊ അത് അവിടെ ചെന്നിട്ടാണ് ഈ കിഡ്നി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, കിഡ്നിയിലെ ക്രിയാറ്റിന്റെ ലെവൽ കൂടിയെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു. അതിനുശേഷം കോക്കില ബൈൻ ഹോസ്പിറ്റൽ വളരെ വേഗത്തിലായിരുന്നു. ഒരു 2-3 days ആയിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതായത് ഈ മലയാളത്തിൽ വലിയ വിജയമായ രോമാഞ്ചത്തിന്റെ ഹിന്ദി പതിപ്പ് അദ്ദേഹം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംവിധാനം ചെയ്ത് എല്ലാം തീർന്നു, ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ലാസ്റ്റ് ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ. അനുജ, അങ്ങനെയാണ്, വളരെ വേഗത്തിലാണ്. തീർത്തും അപ്രതീക്ഷിതമായി കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതും അദ്ദേഹം ഒരു സിനിമയുടെ തിരക്കിലായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് പറയുന്നു. മലയാളത്തിൽ വലിയ വിജയമായ രോമാഞ്ചം എന്ന സിനിമയുടെ ഹിന്ദി വെർഷൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില സിനിമകൾ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ തന്നെ 1990 അദ്ദേഹം സംവിധായക കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ, AR റഹ്മാനെ ഉൾപ്പെടെ ആദ്യമായി മലയാളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ യോദ്ധ എന്ന സിനിമ, ആ സിനിമ സംവിധാനം ചെയ്ത രീതി തന്നെ അക്കാലത്ത് വളരെ പുതുമയേറിയ സാഹചര്യങ്ങളോടെയാണ് അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്തത്. ഒരേ സമയം ഒരു നാട്ടിൻപുറത്ത് നിന്ന് കഥ പറഞ്ഞു തുടങ്ങുകയും അതിനുശേഷം നേപ്പാളിന്റെ ഒരു വലിയ ക്യാൻവാസിലേക്ക് ആ സിനിമയെ പറയുകയും ആ സിനിമ സംസാരിച്ച കണ്ടന്റ് ഉൾപ്പെടെ അത്രയും വലിയ ഒരു കണ്ടന്റ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കണ്ടന്റുകൾ സംസാരിക്കുന്ന സിനിമ, അതിനെ ഒരേ സമയം കൊമേഴ്ഷ്യൽ ചേരുവ കൂടി ചേർത്ത് സംവിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു രീതി. മോഹൻലാലും ഒന്നിച്ച് ചെയ്ത 3 സിനിമകൾ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിനിമകളാണ് ഗാന്ധർവവും നിർണയവും ഒക്കെ. ഈ ഗാന്ധർവവും യോധയും അത് തമാശ കലർത്തിയായിരുന്നു അതിന്റെ കണ്ടന്റ് സംസാരിച്ചതെങ്കിൽ നിർണയം കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. മാത്രമല്ല, ഈ ഹിന്ദിയിൽ സംവിധാനം ചെയ്ത 8 സിനിമകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതിൽ ആദ്യം സംവിധാനം ചെയ്ത 1998 ഡോൾ സോർ എന്നായിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭത്തിന്റെ പേര്. അതിനുശേഷം ചുരാലിയെ ഹേ തുമ്നെ, ക്യാക്കുൾ ഹേ ഹം തുടങ്ങി വിവിധ സിനിമകൾ അതൊക്കെ അവിടെ വലിയ ബോക്സ് ഓഫീസിലും വിജയം നേടാൻ കഴിഞ്ഞ സിനിമകളായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ 2019 ഭ്രം എന്നൊരു സിനിമയും അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി. അതിനുശേഷം ഏറ്റവും ഒടുവിലും ഈ ഹിന്ദിയിൽ മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായ ജോലികൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി അസുഖബാധിതനാകുന്നതും ആശുപത്രിയിൽ ലേക്ക് പോകുന്നതും എന്നുള്ളതാണ്. അങ്ങനെ മലയാള സിനിമയ്ക്ക് മാത്രം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയ്ക്ക് മാത്രം ഒരു നഷ്ടമെന്ന് സംഗീത് ശിവന്റെ വിയോഗത്തെ നമുക്ക് ചുരുക്കി കാണാനുമാവില്ല. അനുജ, സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ സംഗീത് ശിവൻ അല്പസമയം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞു. മുംബൈയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ തീരാ നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അനുശോചിച്ചത്.